അപ്പോൾ ഇന്ന് iPhone 15 Plus റിവ്യൂ ആണ് കേട്ടോ ഗൈസ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 ദിവസം മുന്നേ iPhone വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അതിൻ്റെ എന്താ പറയുക 3 ദിവസത്തെ യൂസിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐഫോണിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഫോണിൻ്റെ ഞാൻ ഇപ്പോൾ ഐഫോണാണ് ഷൂട്ട് ചെയ്യണം ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ OnePlus നോക്കുന്നത്. നമ്മൾ ഐഫോണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടുള്ളത് പണ്ട് തന്നെ ഗ്ലോസി ആയിട്ടുണ്ട്. നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഒക്കെ നെക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത് ഗ്ലോസി വരെയുള്ള ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു ഇതായിരുന്നു ഇത്. പക്ഷേ ഇപ്പോഴത്തെ ഐഫോൺ എന്ന് പറയുകയാണെങ്കിൽ മാറ്റ് ഫിനിഷാണ്. നമ്മളെ ഫിംഗർ പ്രിൻ്റ് ആണ്ടാവില്ല, സ്മഡ്ജസ് ഒന്നും പിടിക്കില്ല ഗൈസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മാറ്റ് ഫിനിഷ് അല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 15 Pro വേരിയൻറ്റിലാണ് നമ്മൾ ഈ ഒരു മാറ്റ് ഫിനിഷ് വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സോഫ്റ്റ് മാറ്റ് ഫിനിഷ് അങ്ങനെ എന്തോ ആണ് ഗൈസ്. ഓക്കെ, ഞാൻ ടെക് പരമായിട്ടൊന്നും കാണുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, നമ്മളെ ഐഫോണിൻ്റെ 15 Proയിലും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ നമ്മളൊരു കർവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 15 Plusൽ നല്ലൊരു കർവ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷറി ടൈപ്പിൽ അല്ല 15 Pro എന്നാണ് എല്ലാവരും പറയാറുണ്ട് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് അത് നല്ലൊരു സംഭവമാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് ഒരു പ്രത്യേക കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡൈനാമിക് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോ വേരിയൻറ്റിൽ മാത്രം വരുന്ന സംഭവമാണ്. അപ്പോൾ ഗൈസ് 15 Plusൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈനാമിക് ഐ എന്തായാലും കിട്ടുന്നതാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡൈനാമിക് ഐയിലൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ഐ ആണ് മെയിൻ. അത് ചിലവർക്ക് ഒരു ഷോ ആയിട്ട് വയ്ക്കാനിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ 15 Pro 15 Plusലേക്ക് വരുമ്പോൾ തന്നെ രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയ വ്യത്യാസം ഗൈസ്. കറക്റ്റാണ്, വലിപ്പം ഒക്കെ ജസ്റ്റ് കറക്റ്റാണ് ഗൈസ്. മറ്റേ 15 Proയിലാണെന്നുണ്ടെങ്കിൽ 3 ക്യാമറ വരുന്നുള്ളൂ, 15 Plusലാണെങ്കിൽ 2 ക്യാമറ ഉള്ളൂ. പക്ഷേ ക്യാമറ ക്വാളിറ്റി ഒക്കെ ഏകദേശം സെയിം ആണ്. നിങ്ങൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ 15 Pro എടുക്കണതാണ് നല്ല ഗൈസ്. ഓക്കെ, പിന്നെ ഈ സമയം ഡൈനാമിക് അതിനെ പറ്റിയൊന്നും പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറയാനില്ല ഗൈസ്. ഓക്കെ, എത്ര വെയിലത്ത് പോയി നിന്നാലും നമ്മളെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നമുക്ക് എത്ര നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ആൻഡ്രോയിഡ് OnePlus ഉപയോഗിച്ച സമയത്ത് നമ്മൾ തീരെ ബ്രൈറ്റ്നസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തണലത്ത് പോയി നിന്നിട്ട് വേണം നമ്മളെ ഫോൺ ഓണാക്കിയിട്ട് നോക്കാൻ ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ഐഫോണിൽ ആ ഒരു പ്രശ്നമില്ല ഗൈസ്. ഗെയിമിംഗ് ഉള്ള ആൾക്കാരൊക്കെ ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ബയോണിക് ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. A16 എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഗെയിം എന്ന് പറഞ്ഞാൽ 90 FPS വേണമെങ്കിൽ കളിക്കാം. നമ്മൾ ഫ്രീ ഫയർ, PUBG, PES അങ്ങനത്തെ ഗെയിമൊക്കെ ഞാൻ ഇപ്പോൾ PES കഴിയുന്നത് ഡൗൺലോഡ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഫുട്ബോൾ എങ്ങനെ കളിക്കുക അതേപോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഫോട്ടോ പർപ്പസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് സിനിമാറ്റിക് ഉണ്ട്, വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ സിനിമാറ്റിക്കിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മൾ ഫ്രണ്ട് ക്യാമറയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാമറ വീഡിയോ ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വലിയ സ്റ്റോറേജ് ഉള്ള ഏതെങ്കിലും ഒരു ഫോൺ ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ എടുത്തുള്ളത് 128 GB സ്പേസ് ആണ്. ഓക്കെ ഗൈസ്. ഓക്കെ, എനിക്ക് വലിയ യൂസ് ഒന്നും വേണ്ടിയില്ല. ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ അപ്പോൾ വീഡിയോ ഡിലീറ്റ് ആക്കും, അതിനോട് പ്രശ്നമില്ല. ഓക്കെ, പിന്നെ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളുണ്ട്. ആ മാത്രമേ പ്രശ്നമുള്ളൂ. ഫോട്ടോ വീഡിയോ അങ്ങനെ വീഡിയോ ഇല്ല, ഫോട്ടോയിൽ മാത്രം ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു അടിപൊളി ഫോട്ടോ കാണാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ജസ്റ്റ് ഒന്ന് ഫീലായിട്ട് തോന്നിയത്. ബേസിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീക്കർ ഒന്നും പറയുന്നില്ല. സ്റ്റീരിയോ സ്പീക്കറാണ്, അടിപൊളി സ്പീക്കറാണ് ഗൈസ്. അടിപൊളിയാണ്, ഒന്നും പറയുന്നില്ല ഗൈസ്. അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്പീക്കറാണ്. നമ്മൾ ജസ്റ്റ് JBL കേൾക്കുന്ന പോലെ തന്നെ നല്ലൊരു നമ്മൾ ഡോൾബി അറ്റ്മോസ്ഫിയറിൽ കേൾക്കില്ല അതേപോലെയാണ് ഇവിടുന്ന് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് ഒറ്റ സിം ഇടാൻ പറ്റുള്ളൂ, അത് നിങ്ങൾക്ക് അറിയണമല്ലേ. ഞാനൊരു സിം ഇട്ടിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ നമ്മൾ ലൈറ്റ്നിങ് കേബിൾ അറിയുന്ന ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ 15 വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് C-Type ചാർജറാണ്. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. പിന്നെ ചിലവർക്ക് ഷോ കാണിക്കാനൊന്നും പറ്റില്ല ഗൈസ്. ഐഫോൺ ചാർജറുണ്ടോ അങ്ങനെ ചോദിച്ചൊന്നും നടക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചിലവരുണ്ടാവില്ല, നമുക്ക് എങ്ങനെ ചാർജ് ആയാൽ മതിയുള്ള ഒരു രീതിയിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഏത് വീട്ടിൽ പോയാലും C-Type ചാർജർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് കുത്തിയിട്ടാൽ ഓക്കെ. സൈസ് നമ്മളെ മ്യൂട്ട് സ്വിച്ച് തരണമെങ്കിൽ നമുക്ക് പണ്ട് തന്നെ ആക്ഷൻ ഫോളെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഗൈസ്. ഇത് സത്യം പറഞ്ഞാൽ ഐഫോൺ അല്ല കേട്ടോ ഗൈസ്, OnePlus ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സംഭവമാണ് ഐഫോണിൽ. ഞാൻ ഇപ്പോൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യണം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ DSLR ക്യാമറ ഇപ്പോൾ ചാർജ് ഇല്ലാണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ ഇവിടെ പണ്ടത്തെ നമ്മൾ ഐഫോണിൻ്റെ പോലെ തന്നെ ഇതിങ്ങനെ ആക്കാനുള്ള സ്വിച്ചാണ് ഇതിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അവസാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആകെ 84,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ 15 Proയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ല ഫോണാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയില്ല, അടിപൊളി ഫോണ്. എൻ്റെ മോനെ
ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഐഫോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള വിലയൊക്കെ അടിച്ചു ഗൈസ്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ഗൈസ്. ബൈ.